ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി 2023-24 വർഷത്തിലെ പാദവാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എക്സാമൊക്കെ എഴുതിയിട്ട് നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. ഇവിടെ അച്ഛനും അമ്മയും എന്ന അക്കിത്തത്തിൻ്റെ ഒരു കവിതാഭാഗം തന്നിട്ടുണ്ട്. ഇതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നോക്കാം നമുക്ക്. അച്ഛൻ്റെ മടിയിലിരിക്കുമ്പോൾ കുട്ടി അനുഭവിക്കുന്നത് എന്താണ്? സങ്കടം, സന്തോഷം, അഭിമാനം. എന്തായിരുന്നു? അഭിമാനമാണ് ഉത്തരം. ഇനി ബി, അന്തിക്കുമാനത്ത് മിന്നുന്ന നക്ഷത്രങ്ങളെ കവി എന്തായി സങ്കല്പിക്കുന്നു? അമ്മിഞ്ഞപ്പാലെ, അച്ഛൻ്റെ സ്നേഹം, അമ്മയുടെ കണ്ണുനീർ. എന്താണ്? അമ്മയുടെ കണ്ണുനീരായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇനി സി നോക്കൂ, പുലർക്കാലത്തിളവയിൽ ഊറുന്നത് എവിടെ നിന്നാണ്? അമ്മയുടെ കണ്ണീരിൽ നിന്ന്, അച്ഛൻ്റെ പുഞ്ചിരിയിൽ നിന്ന്, കുട്ടിയുടെ അഭിമാനത്തിൽ നിന്ന്. എന്താണ്? അച്ഛൻ്റെ പുഞ്ചിരിയിൽ നിന്നാണ്. ഡി, മാതൃക പോലെ എഴുതുക. പറ്റിക്കിടക്കുമ്പോൾ, പറ്റി പ്ലസ് കിടക്കുമ്പോൾ. ഇനി അമ്മിഞ്ഞപ്പാല് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അമ്മിഞ്ഞപ്പാൽ, അമ്മിഞ്ഞ പ്ലസ് പാല് എന്നുള്ളതാണ് ശരിയായ ഉത്തരം, അഥവാ ഒന്നാമത്തെ ഓപ്ഷനാണ്. ഈ സന്ധ്യ എന്നർത്ഥം വരുന്ന ഏതു പദമാണ് കവിതയിലുള്ളത്? മാനം, അന്തി, ചിന്ത. ഏതായിരുന്നു? അന്തി എന്നുള്ള വാക്കാണ് വന്നിട്ടുള്ളത്. ഇനി പ്രവർത്തനം 2 നോക്കൂ. വിശകലന കുറിപ്പാണ് തയ്യാറാക്കാനുള്ളത്. ഇവിടെ സമൂഹത്തിന് മാതൃകയായി ശ്രീഹരിയുടെ ജന്മദിനം, കൃഷിയിടത്തിലെ ആദിത്യൻ, ഇങ്ങനെ ഒരു പത്രവാർത്ത തന്നിട്ടുണ്ട്. ഇതിലെ ചോദ്യം: കേരളത്തിലെ 2 ജില്ലകളിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കാർഷിക സ്നേഹത്തിൻ്റെ നേർസാക്ഷ്യമായ പത്രവാർത്തകളാണിത്. തേങ്ങ മുഴുവൻ പെറുക്കി അകത്തിട്ടിരിക്കുന്നു, പെണ്ണിൻ്റെ ഒരു പ്രാന്ത്. തേങ്ങ എന്ന കഥയിലെ സംഗീത പറഞ്ഞതാണിത്. സംഗീത, അക്കമ്മ, ആദിത്യൻ, ശ്രീഹരി എന്നിവരുടെ നിലപാടുകൾ വിലയിരുത്തി കൃഷിയോടുള്ള പുതുതലമുറയുടെ സമീപനം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം, പുതുതലമുറയ്ക്ക് കൃഷിയോട് വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ? കാരണം നമ്മുടെ ശരീരത്തിലൊക്കെ മണ്ണും ചെളിയും ആകുന്നതിനോട് നമുക്ക് ആർക്കും, ഒരുവിധം ആളുകൾക്കൊന്നും അത് ഇഷ്ടമല്ല. എല്ലാവർക്കും നല്ല വൈറ്റ് കോളർ ജോലികളോടാണ് ഇഷ്ടം. അതുമാത്രമല്ല, കൃഷി എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് നല്ല ലാഭം കിട്ടുമെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലാഭം കിട്ടുന്നത് വളരെയധികം കുറവും, അതുപോലെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുകയും ആ ഒരു സമയത്ത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് വേറെ ഒരു സംഘടനയും ആ ഒരു കൃഷിക്കാരൻ്റെ കൂടെ നിൽക്കാത്ത അവസ്ഥയും നമ്മൾ കണ്ടു. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു തേങ്ങ എന്ന കഥയിലും കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കുറിച്ചാണ് നിങ്ങളിവിടെ എഴുതി വിശകലനം ചെയ്യേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കതിൽ എഴുതാവുന്നതാണ്. ഓക്കെ. ഇനി ഇതിലെ ബി ചോദ്യം: മഴ നനഞ്ഞു കിടക്കുന്ന ഉണക്ക തേങ്ങകളെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഉരുളൻ പാറകളെ പോലെ, അനാഥ കുഞ്ഞുങ്ങളെ പോലെ, കാക്കപ്പൊന്നുകളെ പോലെ. എങ്ങനെയായിരുന്നു? അനാഥ കുഞ്ഞുങ്ങളെ പോലെയാണ്. ഇനി ഇതിലെ 3ാമത്തെ പ്രവർത്തനം നോക്കൂ. വർണ്ണനയാണ്. മാനും മുയലും ഉറങ്ങി, കാടും ആറും കടലും മടങ്ങി, പായലിൻ മീൻ മിഴിപ്പൂട്ടി, നീലക്കായലിൻ സ്വപ്നമായ സൂര്യൻ, പക്ഷിയും പാട്ടും മടങ്ങി കൂട്ടിൽ. വേഗം ഉറങ്ങൂ എന്ന കവിതയിലെ ഈ വരികൾ പരിചിതമാണല്ലോ. രാത്രിയെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഈ വരികളിലുള്ളത്. നിലാവും കാറ്റും നേർത്ത മഞ്ഞുമുള്ള രാത്രിയെ നിങ്ങൾക്കും പരിചയമുണ്ടല്ലോ. ഒരു രാത്രി വർണ്ണന നിങ്ങൾ നടത്തണം. രാത്രിയിൽ എന്തൊക്കെ കാഴ്ചകളാണോ കാണുന്നത്, ആകാശത്ത് കാണുന്ന കാഴ്ചകളും എല്ലാം നിങ്ങൾക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ. ഇനി ഇതിലെ ബി ചോദ്യം: മീൻ മിഴിപ്പൂട്ടിയത് എവിടെ? കടലിൽ, പായലിൽ, കായലിൽ. എവിടെയായിരുന്നു? പായലിലാണ്. പ്രവർത്തനം 4 നോക്കൂ. ആസ്വാദന കുറിപ്പാണ്. ഇവിടെ തെങ്ങ് എന്ന ഉള്ളൂർ എസ് പരമേശ്വരൻ്റെ കവിത തന്നിട്ടുണ്ട്. തേങ്ങ എന്ന പാഠം നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിൻ്റെ സ്വന്തം കൽപ്പവൃക്ഷത്തെ ഒരു കുട്ടിയുടെ മനസ്സോടെ നോക്കിക്കാണുകയാണ് ഇവിടെ ഉള്ളൂർ കവിതയുടെ ആശയം ഉൾക്കൊണ്ട് പ്രയോഗഭംഗി, ഭാഷാ സവിശേഷതകൾ, സ്വന്തം നിരീക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. അതൊക്കെ കൂട്ടുകാരുടെ ആശയങ്ങൾ നിങ്ങളിത് വായിച്ച് എന്താണോ മനസ്സിലായത് അതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആ ആൻസേഴ്സൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം നമ്മൾ 1 വേർഡ് ആൻസേഴ്സിനാണ് നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കേണ്ടത്. കാരണം ഇത് എഴുതിയത് നിങ്ങൾക്കേ അറിയോ, എനിക്കറിയില്ലല്ലോ. ഓക്കെ. ഇനി പ്രവർത്തനം 5 സംഭാഷണമാണ്. ഇവിടെ സംഭാഷണം എഴുതേണ്ട വിഷയം എന്ന് പറയുന്നത് സുഗതകുമാരുടെ മേഘം വന്നു തൊട്ടപ്പോൾ എന്ന ഒരു കഥയുടെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. മുറിക്കുള്ളിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന അതിഥിയെ കണ്ട് കവിക്കുണ്ടായ അത്ഭുതവും ആഹ്ലാദവും കണ്ടില്ലേ? ആ കുഞ്ഞു മേഘം എന്തിനാവാം അവിടേക്ക് വന്നത്? അങ്ങനെ ഒരു കുഞ്ഞു മേഘം നിങ്ങളുടെ അരികിലേക്ക് വന്നാലോ? നിങ്ങൾ എന്തൊക്കെ വിശേഷങ്ങൾ ചോദിക്കും? മേഘവും നിങ്ങളും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ മേഘത്തിനോട് ചോദിക്കാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും അല്ലേ? അതൊക്കെ നിങ്ങൾക്കിതിൽ എഴുതാവുന്നതാണ്. ഓക്കെ. കുറഞ്ഞത് 6 സംഭാഷണം എഴുതണം. 6 സംഭാഷണം എന്ന് പറഞ്ഞാൽ 6 ഡയലോഗ് ഉണ്ടായിരിക്കണം, അഥവാ 12 ഡയലോഗ് ആയിരിക്കണം. ഒരാൾ 6 ഡയലോഗ് പറയണം എന്നർത്ഥം. ഇനി പ്രവർത്തനം 6 ലഘു കുറിപ്പാണ്. കുടുംബ ബന്ധങ്ങളുടെ ആഴവും സ്നേഹവും വെളിവാക്കുന്ന ഈ വരികൾ നിങ്ങൾക്കറിയാം. ഇന്ന് ഇതുപോലെ ഈഴപ്പമുള്ള ബന്ധങ്ങൾ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നുണ്ടോ?
ഇത്തരത്തിൽ അടുപ്പമുള്ള ബന്ധങ്ങൾ ഇന്ന് കുറവാണല്ലേ. അച്ഛനും അമ്മയും മക്കളുമൊക്കെ അവരുടേതായ ലോകത്ത് ഒറ്റപ്പെടുകയാണല്ലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കുടുംബത്തിലെ പരസ്പര സ്നേഹം എന്ന വിഷയത്തിൽ ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കറിയാം പണ്ട് ഉണ്ടായിരുന്ന അത്രയും അടുപ്പമൊന്നും കുടുംബങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിലോ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാവരും അവരുടേതായ ലോകത്താണ്. അത് മാത്രമല്ല ഇന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളും സ്നേഹങ്ങളും അതൊക്കെ ഇന്ന് എന്താ പറയുക അന്യം നിന്ന് പോകുന്നൊരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ലഘുകുറിപ്പിൽ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതോടുകൂടി കഴിഞ്ഞു. 6 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്കും കിട്ടും. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.